ഇന്നൊരു വർക്കുള്ള ദിവസമാണ്. ഒരു കിണർ തേകലും ഒരു വാട്ടർ ടാങ്ക് ക്ലീനിങ്ങുമാണ് ഉള്ളത്. വാട്ടർ ടാങ്ക് ക്ലീനിങ് ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ കിണർ തേകലിന് മുമ്പായിട്ട് തന്നെ ചെയ്യാറാണ് പതിവ്. കിണർ തേകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ കിണറ്റിലെ വെള്ളം മൊത്തം അഴുക്കാവും. കിണർ തേകിക്കഴിഞ്ഞാൽ വാട്ടർ ടാങ്കിൽ അടിക്കാൻ വെള്ളം ഇല്ലാതെ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ വാട്ടർ ടാങ്ക് കഴുകി കിണറ്റിലെ വെള്ളം വാട്ടർ ടാങ്കിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കിണർ തേകാൻ തുടങ്ങത്തുള്ളൂ. ഈ വീട്ടിലെ വാട്ടർ ടാങ്ക് പഴയ മോഡൽ സിമെൻറ്റ് കൊണ്ട് നിർമ്മിച്ച ടാങ്കാണ്. അതുകൊണ്ട് അഴുക്ക് നന്നായിട്ട് പോകണമെങ്കിൽ നമ്മൾ പവർ വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ പവർ വാഷ് ഇട്ട് അടിക്കുന്ന സമയത്ത് സിമെൻറ്റ് ഇളകി പോകാതിരിക്കാനായിട്ട് നമ്മൾ പവർ കുറച്ചിട്ട് തന്നെ അടിക്കണമെന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. വാട്ടർ ടാങ്ക് പവർ വാഷ് ഉപയോഗിച്ച് കഴുകി അതിനുശേഷം കുഴലിലൂടെ പുറത്ത് പോകാത്ത വെള്ളം നമ്മൾ നല്ല തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കണം. അങ്ങനെ 1-2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടാങ്ക് നീറ്റാവും. അതിനുശേഷം ടാങ്കിലെ വെള്ളത്തിൽ അഴുക്കുകളൊന്നും വീഴാതിരിക്കാനായിട്ട് നല്ല ഷീറ്റ് ഇട്ട് മൂടി വെച്ചിട്ടുണ്ട്. ടാങ്കിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി കിണറിൻ്റെ പരിപാടിയാണ്. അത് അടുത്ത വീഡിയോയിൽ.